ഇങ്ങനെയാണെങ്കിൽ ഈ പരിപാടിക്ക് ഞാനില്ല ഏട്ടാ. വേറൊന്നുമല്ല, നിങ്ങൾ ഇങ്ങനെ ഈ നിസ്സഹകരണ മനോഭാവം വെച്ച് പുലർത്തല്ലേ. ഈ വീഡിയോസ് കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്തൂടെ. നോം ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് ഇടുവല്ലേ. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, നമ്മൾ പറഞ്ഞിട്ടാണോ നിങ്ങൾ വീഡിയോ ഇടുന്നതെന്ന്. അങ്ങനെ ചോദിക്ക പോയിട്ട് അങ്ങനെ ചിന്തിക്ക പോലും ചെയ്യരുത്. ഉറുമ്പ് പിടിക്കും. അപ്പൊ നമ്മൾ ചെയ്തു വന്നതൊരു കോസ്റ്ററാണ്. വെറും കോസ്റ്റർ അല്ല, ഒരു കാറ്റ് കോസ്റ്റർ. ഇതിന്റെ മണ്ടയ്ക്ക് ഒരു ബോ വെക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ആഡംബരാക്കി കൊളാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ആ ശ്രമം ഞാനങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ എൻ്റെ ഒരു കൈയിരിപ്പ് വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് 2 ദിവസം എൻ്റെ കയ്യിലിരിക്കും. പിന്നെ ഞാനത് അഴിച്ചു പണിഞ്ഞ് വൃത്തികേടാക്കും. എന്ത് ചെയ്യാൻ, നോം അങ്ങനെ ഒരു വൃത്തികെട്ട മനസ്സിനുടമയാണ്. മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ കോസ്റ്റർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് പർച്ചേസ് ചെയ്തത് എസ്പപ്പ ഹാൻഡ് മെയ്ഡിൽ നിന്നാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ആ വീഡിയോ ഇട്ട ടൈമിൽ 1-2 ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ, അതോ ഓൺലൈൻ പേയ്മെന്റ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, ഓൺലൈൻ പേയ്മെന്റ് ആണ്. അതുപോലെ തന്നെ DTDC ത്രൂ ആണ് കൊറിയർ വരുന്നത്. നമ്മൾ ഏത് പിൻ നമ്പർ ആണോ വെക്കുന്നത് ആ DTDC ഓഫീസിലേക്കായിരിക്കും സാധനം വരുന്നത്. അതുപോലെ തന്നെ വേറൊരു ചോദ്യമാണ് കൊറിയർ ചാർജ് ഉണ്ടോ എന്നുള്ളത്. കൊറിയർ ചാർജ് ഉണ്ട്. പിന്നെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ സാധനം കിട്ടൂല, കുറച്ച് ടൈം എടുക്കും. എനിക്കൊരു 2 വീക്സ് എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു സാധനം കയ്യിൽ കിട്ടാൻ. അങ്ങനെയല്ല, നമുക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ അങ്ങനത്തെ ഓപ്ഷനും അവരുടെ ഉണ്ട്. പക്ഷേ എങ്കിൽ കുറച്ചും കൂടി ഡെലിവറി ചാർജ് ആവും. പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ട്രസ്റ്റബിൾ ആണോ എന്ന്. ഉറപ്പായിട്ടും ട്രസ്റ്റബിൾ ആണടാ. പിന്നെ 35 രൂപയുടെയാണും 75 രൂപയുടെയാണും ഒരേപോലെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി ഒരേപോലെ ആവില്ലല്ലോ. അപ്പോൾ അതിൽ 35 റുപ്പീസിന്റെ യാണും ഉണ്ട്, 75 റുപ്പീസിന്റെ യാണും ഉണ്ട്. 75 റുപ്പീസിന്റെ യാണിന് അതിൻ്റെതായ ക്വാളിറ്റിയും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഓർഡർ ചെയ്യാം. ഇനി നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ 35 റുപ്പീസിന്റെ യാൺ വെച്ച് സ്റ്റാർട്ട് ചെയ്താലും മതി. പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആവുന്ന ടൈമിൽ നമുക്ക് റേറ്റ് കൂടുതലുള്ള യാണിൽ ചെയ്തു തുടങ്ങാം. ഞാനൊരു വീഡിയോ എടുക്കാറുന്നത് ഈ കറണ്ടിന് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് എനിക്ക് തന്നെ തോന്നുന്നത്. വരും പോവും. ഇതായിരുന്നു ഈ കറണ്ടിന്റെ കളി.